സ്കൂളിൻ്റെ ഇന്നത്തെ വാർഷികാഘോഷത്തിൻ്റെ അധ്യക്ഷ ഏറ്റവും ബഹുമാനിയായ റവറൻഡ് സിസ്റ്റർ ജെസി മരിയ ഓലിക്കൽ, സ്കൂൾ മാനേജർ, അതുപോലെ ഈ യോഗം ഉദ്ഘാടനം ചെയ്ത ഏറ്റവും ആദരണീയനായ റവറൻഡ് ഫാദർ ജോസഫ് പുത്തമ്പരച്ച, മുഖ്യ ഗുരുവന്ദനത്തിന് ആശംസകൾ അർപ്പിച്ച ശ്രീമതി ലിറ്റി ജോസ് ISRO പൂർവ്വ വിദ്യാർത്ഥിനി, അതുപോലെ വേദിയിലുണ്ടായിരുന്ന വിശിഷ്ട വ്യക്തിത്വങ്ങളെ, നമ്മുടെ ഇന്നത്തെ വാർഷികത്തിൻ്റെ കേന്ദ്ര ബന്ധുക്കളായിരിക്കുന്ന മിനിമോൾ ടീച്ചർ, അതുപോലെ സിസ്റ്റർ ശാലിനി സിസ്റ്റർ, അതുപോലെ ഏറ്റവും ബഹുമാനിയായ HM സിസ്റ്റർ, അതുപോലെ ഇവിടെ യോഗത്തിൽ പങ്കെടുക്കുന്ന ഏറ്റവും ബഹുമാനിയായ അധ്യാപകരെ, അതുപോലെ മുൻ ഹെഡ്മിസ്ട്രസ്മാർ, ടീച്ചേഴ്സ്, ഏറ്റവും ബഹുമാനായ PTA പ്രസിഡന്റ് ജെയ്സ്, ഏറ്റവും പ്രിയപ്പെട്ട എക്സിക്യൂട്ടീവ് അംഗങ്ങളെ, അതുപോലെ ഇവിടെ എത്തിയിരിക്കുന്ന മാതാപിതാക്കളെ, പ്രിയ കുട്ടികളെ, നമുക്കറിയാം നമ്മുടെ സ്കൂളിൻ്റെ 95ാമത്തെ വാർഷികം വളരെ ഗംഭീരമായിട്ട് ഓരോ വർഷവും വ്യത്യസ്തമായിട്ടുള്ള കലാപരിപാടികളിലൂടെയാണ് നമ്മുടെ സേക്രഡ് ഹാർട്ട് സ്കൂളിലെ വാർഷികാഘോഷം നടന്നുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം ഓരോ വർഷവും വ്യത്യസ്തമായിട്ടുള്ള കായിക കുട്ടികളെ കൊണ്ടുള്ള പെർഫോമൻസുകൾ ഈ വാർഷികത്തിൻ്റെ ഒരു പ്രത്യേകത കൂടിയാണ്. നമുക്കറിയാം നമ്മുടെ കഴിഞ്ഞ ഒരു 10 വർഷക്കാലമായിട്ട് ഈ സ്കൂളിനെ വളരെയധികം അടുത്ത് പ്രവർത്തിക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട്. അതിൻ്റെ കാരണം എന്ന് പറയുന്നത് രണ്ട് പെൺമക്കൾ ഇവിടെ നിന്ന് പഠിച്ചു. ഒരാൾ സ്പോർട്സിലുണ്ടായിരുന്നു, ഒരാളിവിടെ 8ാം ക്ലാസ് തൊട്ട് ഇവിടെ പഠിച്ച് 10ൽ നിന്ന് ഇപ്പം +1 ഇവിടെ സെൻറ്റ് മേരീസിലേക്ക് +1 പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം നമ്മൾ ഓരോ സമയങ്ങളിൽ ഈ സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം വളരെ നല്ല രീതിയിൽ ഉയർച്ചയിൽ നിന്ന് ഉയർച്ചയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സ്കൂളാണ് സേക്രഡ് ഹാർട്ട് സ്കൂള്. വളരെ നല്ല രീതിയിൽ പ്രത്യേകിച്ച് പെൺകുട്ടികൾക്ക് മാത്രമായിട്ടുള്ള വിദ്യാഭ്യാസം കൊടുക്കുന്ന നമ്മുടെ ഈ പ്രദേശത്തെ ഏക സ്കൂൾ എന്നുള്ളത് വലിയൊരു കാര്യമായിട്ട് തന്നെ മുൻനിർത്തിക്കൊണ്ട് സമീപ പ്രദേശങ്ങളിലൊക്കെ ഉള്ള കുട്ടികൾ, സമീപ പഞ്ചായത്തുകളിൽ നിന്നൊക്കെ ഉള്ള കുട്ടികൾ ഇവിടെ വന്ന് പഠിക്കുകയും അവർക്ക് എന്നെ സംബന്ധിച്ച് പോലും ഞാനൊരു പിതാവ് എന്ന നിലയിൽ വളരെ അഭിമാനത്തോടുകൂടി നമുക്കറിയാം ഒരു സുരക്ഷിതമായിട്ടുള്ള ഒരു സ്ഥലത്ത് കൊണ്ടുവന്ന് ചെന്നാക്കണം എന്നൊരു പെൺകുട്ടികളുടെ മാതാപിതാക്കൾക്കുണ്ട്. അതിന് ഏറ്റവും അനുയോജ്യമായ സ്കൂൾ കണ്ടെത്തുന്ന ഈ പ്രദേശത്തുള്ള ആൾക്കാരെന്ന് പറയുന്നത് സേക്രഡ് ഹാർട്ട് ഹൈസ്കൂളിലേക്ക് തന്നെയായിരിക്കും, അല്ലെങ്കിൽ UP സ്കൂളിൽ ഈ ഹൈസ്കൂളിലേക്കായിരിക്കും കുട്ടികളെ കൊണ്ടുവന്ന് വിടാൻ ആഗ്രഹിക്കുന്നത്. നമുക്കറിയാം ഇവിടെ സമർപ്പിതരായിട്ടുള്ള സിസ്റ്റേഴ്സ്, അതോടൊപ്പം തന്നെയുള്ള പ്രവർത്തിക്കുന്ന അധ്യാപകർ, അവർ പ്രതിപക്ഷയില്ലാതെയുള്ള സേവനം അവർ ഇവിടെ കുട്ടികൾക്ക് വേണ്ടി കാഴ്ചവെക്കുന്നു എന്നുള്ളത് വലിയൊരു കാര്യമാണ്. മുമ്പ് ഇവിടെ പറയുകയുണ്ടായി, ഇവിടുന്ന് പൂർവ്വ വിദ്യാർത്ഥി പറയുകയുണ്ടായി, പല അവരുടെ കഴിവുകൾ കാലാകാലങ്ങളെല്ലാം കണ്ണൊന്ന് പഠിക്കുന്ന കുട്ടികളുടെ കഴിവുകൾ സ്റ്റേജിൽ അല്ലെങ്കിൽ മറ്റു രീതികളിൽ ഇവിടെ അവരുടെ പല വിദ്യാഭ്യാസപരമായിട്ടുള്ള ഉയർച്ചയിലെത്തിക്കുന്നതിന് വേണ്ടി സിസ്റ്റേഴ്സ് അല്ലെങ്കിൽ അധ്യാപകർ അതിനെ കണ്ടെത്തി അവരെ ആ രീതിയിലേക്ക് ഉയർത്തിയെടുക്കുന്നതിന് വളരെ മികവുള്ള അധ്യാപകരാണ് ഇവിടുത്തെ അധ്യാപകർ എന്നുള്ളത് പറയത്തേക്കും പ്രത്യേക കാര്യമാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇവിടുത്തെ നമ്മുടെ സ്കൂൾ മാനേജർ സിസ്റ്റർ ജെസി മരിയ ഓലിക്കൽ അവറുകൾ വളരെ താല്പര്യപൂർവ്വം വളരെ ശ്രദ്ധാപൂർവ്വം, നമുക്കറിയാം ഇക്കൊല്ലം തന്നെ ഒരു 13 ലക്ഷം രൂപയുടെ വികസന പദ്ധതികൾ സ്കൂൾ മാനേജ്മെൻറ്റ് ഇവിടെ ചെയ്യുകയുണ്ടായി. നമുക്കറിയാം നമ്മുടെ ഈ സ്കൂളെന്ന് പറയുന്നത് നമ്മുടെ ഭരണങ്ങാനം മഠത്തോടനുബന്ധിച്ചുള്ള ഒരു സ്കൂളാണ്. അന്നേരം വേറെ ഒരു സോഴ്സോ അല്ലെങ്കിൽ വേറെ ഒരു സാമ്പത്തിക വരുമാനം ഇല്ലെങ്കിലും നമ്മുടെ മഠത്തിൽ നിന്നുള്ള സാമ്പത്തിക എടുത്താണ് നമുക്കറിയാം ഈ സ്കൂളിന് 13 ലക്ഷം രൂപത്തിന് മനോഹരമായിട്ട് ഒരു ഗ്രോട്ടോ ഉൾപ്പെടെയുള്ള പെയിൻറ്റിങ് സംവിധാനം, ബാക്കി ടൈല് വർക്കുകളെല്ലാം ചെയ്ത് വളരെ ഭംഗിയായിട്ട് ഈ സ്കൂളിനെ മെയിൻറ്റെയിൻ ചെയ്ത് പോയിക്കൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം നമ്മുടെ എത്ര കരുതലോടുകൂടിയാണ് നമ്മുടെ ഈ പ്രദേശത്തെ പെൺകുട്ടികളെ ഇവിടെ കുട്ടികളുടെ വിദ്യാഭ്യാസം കൊടുക്കുന്നത് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാനുള്ള കാര്യമാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം കൂടുതൽ ഈ സ്കൂളിനെ പറ്റി പറയുകയാണെങ്കിൽ കുട്ടികളോടല്ല, മാതാപിതാക്കളോടാണ്
പറയേണ്ടതുണ്ട്. പക്ഷേ ഇവിടെ കുട്ടികളാണ് നമ്മുടെ ഈ വാർഷികാഘോഷത്തിൽ പങ്കെടുക്കുന്നത്. എന്നിരുന്നാൽ പോലും നമുക്കറിയാം, നമ്മുടെ ഓരോ കാലഘട്ടത്തിൽ കഴിഞ്ഞ 10 വർഷക്കാലമായിട്ടുള്ള ഇവിടുത്തെ പ്രവർത്തനത്തിൻ്റെ പറയുമ്പോൾ എൻ്റെ മൂത്ത കൊച്ചെന്ന് പറയുന്നത് ഇവിടെ സ്പോർട്സിൻ്റെ ആയിട്ടാണ് വന്നത്. സ്പോർട്സ് കൗൺസിലിൻ്റെ സെലക്ഷനിലൂടെ ഇവിടെ വന്ന സ്പോർട്സ് ആയിട്ട് ഇവിടുന്ന് നാഷണൽ വരെ പോകാനായിട്ട് ഭാഗ്യം ലഭിച്ചിട്ടുണ്ട്. ആ രീതിയിലുള്ള പ്രവർത്തനങ്ങളായിട്ട് ഈ ഇവിടുത്തെ സ്കൂളും അതുപോലെ തന്നെ സ്പോർട്സ് ഹോസ്റ്റലിനും അവരുടെ ബോർഡിങ്ങും ഒക്കെ ആയിട്ട് ഇത്രയും ഇവിടെ 10-20 പിള്ളേരൊക്കെ ഉള്ള കാലഘട്ടത്തിൽ അവരുടെ ഈ 20 പിള്ളേരെ ഒരു പിതാവായിട്ട് തന്നെ എനിക്ക് ഈ അധ്യാപകരോടൊപ്പം ഇവിടെ അവരോടൊപ്പം യാത്ര ചെയ്യാനും അവരോടൊപ്പം സ്പോർട്സ് നടക്കുന്ന സ്ഥലങ്ങളിൽ പോയി അവരോടൊപ്പം നിൽക്കാനും സാധിച്ചിട്ടുണ്ട്. അതൊരു കരുതലോടുകൂടിയുള്ള ഈ അധ്യാപകർ എന്നെ ഒരു ആ രീതിയിൽ കണ്ടുകൊണ്ട് അതൊരു പിതാവായിട്ട് തന്നെ കണ്ടുകൊണ്ട് തന്നെ എന്നെ ഈ സ്കൂളിനോട് ചേർത്ത് നിർത്തി കൊണ്ടുപോകാനായിട്ട് വളരെ ശ്രദ്ധിച്ച ഒരു സ്കൂളാണെന്നുള്ള എനിക്ക് വലിയ അഭിമാനത്തോടെ ഓർക്കാൻ കഴിയും. പ്രത്യേകിച്ച് ശാലിനിയമ്മയാണ് ഞാൻ ഓർക്കുന്നത്. എൻ്റെ വാങ്ങാട് സ്കൂളിൽ നിന്നാണ് എൻ്റെ കൊച്ചി ഇങ്ങോട്ട് വരുന്നത്. അവിടെ വരുമ്പോൾ ആവറേജ് പഠിക്കാൻ ഇഷ്ടമില്ലായിരുന്നു. അപ്പോൾ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞപ്പോൾ സ്പോർട്സിലാണ് നമുക്കൊരു ആശങ്കയുണ്ട്. സ്പോർട്സുകാരുടെ നമുക്കറിയാമല്ലോ, പൊതുവെ ഞാനൊരു സ്പോർട്സുകാരായിരുന്നു നേരത്തെ. അന്നേരം സ്പോർട്സുമായിട്ട് നടക്കുമ്പോൾ പഠിക്കുകയില്ലേ അല്ലെങ്കിൽ ഉഴപ്പിപ്പോവോ എന്നുള്ളൊരു ആശങ്ക വരുമ്പോൾ പ്രത്യേകിച്ച് ശാലിനിയമ്മയാണ് എൻ്റെ മൂത്ത മോളെ പഠനത്തിലേക്ക് അങ്ങോട്ടൊരു ശ്രദ്ധ കേന്ദ്രീകരിക്കുക. സ്പോർട്സിനോടൊപ്പം തന്നെ പഠനത്തിലേക്ക് ഒരു 50%-60% നിന്നിരുന്ന കൊച്ചിനെ ഫുൾ A+ മേടിപ്പിച്ച് ഈ സ്കൂളിൽ നിന്നും +2 നിന്നും ഫുൾ A+ മേടിക്കാനായിട്ട് അടിസ്ഥാനം കൊടുത്ത ഈ സ്കൂളിൽ നിന്നുള്ള അഭിമാനത്തോടെ പറയാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ രണ്ടാമത്തെ കൊച്ചിനെ ആ രീതിയിലുള്ള ഞാൻ നോക്കിക്കാണുമ്പോൾ ആ രീതിയിലുള്ള ഒരു വിദ്യാഭ്യാസം കൊടുക്കുന്ന ഒരു അധ്യാപകരാണ് ഈ സ്കൂളിൻ്റെ അഭിമാനം എന്നുള്ളത് എനിക്ക് ധൈര്യപൂർവ്വം എവിടെയും പറയാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. നമുക്കറിയാം, ഈ കേരളത്തിലെ സ്പോർട്സ് ഹോസ്റ്റലിൽ വെച്ച് മാനേജ്മെൻറ്റ് സ്പോർട്സ് കൗൺസിലിൻ്റെ കേരളത്തിലാകെ പ്രവർത്തിക്കുന്ന ഒരു സ്പോർട്സ് ഹോസ്റ്റലാണ് നമ്മുടെ ഭരണങ്ങാനം SH നടത്തിക്കൊണ്ടിരിക്കുന്ന സ്പോർട്സ് കൗൺസിലിൻ്റെ ഹോസ്റ്റൽ. വളരെ നല്ല രീതിയിൽ നമുക്കറിയാം. ഇപ്പം പൊന്നി മിസ്സാണ് ഇവിടുത്തെ സ്പോർട്സ് കൗൺസിലിൻ്റെ അധ്യാപികയെങ്കിലും കഴിഞ്ഞ കാലങ്ങളിൽ ജൂലി സാറ് വളരെ 10-15 കൊല്ലം ഇവിടെ വളരെ നല്ല രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നാഷണൽ ലെവലിൽ കുട്ടികളെ ഇവിടുന്ന് വളർത്തിയെടുക്കാനും വളരെ നല്ല പല ഡിപ്പാർട്ട്മെൻറ്റ് ജോലിക്ക് കയറ്റിയെടുക്കാനും ഈ സ്കൂളിൽ നിന്ന് കഴിഞ്ഞിട്ടുണ്ട്. പ്രത്യേകിച്ച് റോയ് സാറൊക്കെ വളരെ അതിനുവേണ്ടി പരിശ്രമിച്ച വ്യക്തികളാണ്. റോയ് സാർ ഉൾപ്പെടെയുള്ള കാലാകാലങ്ങളിലുള്ള HM-മാർ, പ്രത്യേകിച്ച് സെയിൻറ്റ് റോസമ്മയും റോസിസ്റ്ററൊക്കെ ഈ സമയത്ത് വളരെ നന്ദിയോടെ ഓർക്കുകയാണ്. അവരുടെയൊക്കെ പ്രവർത്തനങ്ങളും കരുതലും വളരെ വലുതായിരുന്നു സ്കൂളിനോടും കുട്ടികളോടും എന്നുള്ളത് വളരെ താല്പര്യത്തോടെ അഭിമാനത്തോടെ ഓർക്കുന്ന കാര്യമാണ്. അതോടൊപ്പം തന്നെ നമുക്കറിയാം, നമ്മുടെ ഹോസ്റ്റലിനെ സംബന്ധിച്ചിടത്തോളം ഈ സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം വളരെ നമുക്കറിയാം പെൺകുട്ടികൾ തന്നെയുള്ള ഒരു ഹോസ്റ്റലാണ്. ആ ഹോസ്റ്റലിൽ വളരെ സ്ട്രിക്റ്റായിട്ട് പോയെങ്കിൽ മാത്രമേ ആ ഹോസ്റ്റൽ വളരെ നല്ല രീതിയിൽ നമുക്കറിയാം പെൺകുട്ടികളുടെ ഹോസ്റ്റലിൽ അല്ലെങ്കിൽ ഇവിടെ ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ അത് സോഷ്യൽ മീഡിയകൾ ഉൾപ്പെടെയുള്ള പത്രമാധ്യമങ്ങൾ ശ്രദ്ധയോടെ നോക്കിയിരിക്കുന്ന ഒരു ആയിരിക്കും പ്രത്യേകിച്ച് സിസ്റ്റർമാർ നടത്തുന്ന ഒരു ഹോസ്റ്റലാകുമ്പോൾ അവിടെ സിസ്റ്റർമാരെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ച് ശാലിനിയെ സംബന്ധിച്ചിടത്തോളം ഒരു സ്പോർട്സ് ഹോസ്റ്റൽ നടത്തുമ്പോൾ അവിടെ നമ്മുടെ പ്രൊഫഷനെന്ന് പറഞ്ഞാൽ തന്നെ വളരെ സ്ട്രിക്റ്റോടുകൂടി അവിടെ കുട്ടികളെ സ്വന്തം അമ്മയുടെ പരിചരണത്തോടുകൂടി കുട്ടികളെ നോക്കി എന്നുള്ളത് വലിയൊരു കാര്യമാണ്. അത് ഒരു അധ്യാപിക അല്ലെങ്കിൽ പോലും ഒരു അധ്യാപികയുടെ കരുതലും അതുപോലെ തന്നെ അമ്മയുടെ കരുതലും കൂടിയായിരുന്നു ശാലിനിയമ്മ കുട്ടികളെ ശ്രദ്ധിച്ചിരുന്നുള്ളത് വലിയൊരു കാര്യമാണ്. അത് ഞാൻ ഇപ്പോൾ ഓരോ കാര്യങ്ങൾ ഓർക്കുമ്പോൾ നമുക്കറിയാം, ഇപ്പം ഈയിടെ മിനിഞ്ഞാന്ന് സംസ്ഥാന ഗവൺമെൻറ് 250 സ്പോർട്സുകാരെ സ്പോർട്സ് കായികതാരങ്ങളെ ഗവൺമെൻറ് ജോലിയിലേക്ക് എടുത്തപ്പോൾ ഈ സ്കൂളിൽ നടത്തിയ ഇതുപോലെ തന്നെ നാഷണലിൽ പോയി പല നാഷണലുകളും ദേശീയ ഗെയിംസിലൊക്കെ പോയിട്ടുള്ള ദൈവിക്ക് ഇവിടുന്ന് കഴിഞ്ഞ 10ാം റാങ്കായിട്ട് സ്പോർട്സിൽ സർക്കാർ ജോലിയിലേക്ക് എടുത്തിരിക്കുന്നുള്ളത് വലിയ അഭിമാനപൂർവ്വമുള്ള കാര്യമായിട്ട് ഞാൻ കരുതുന്നു. അങ്ങനെ നിരവധി സ്പോർട്സ് താരങ്ങൾ ഈ സ്കൂളിൽ നിന്ന് മികവിൽ നിന്നും പല ഡിപ്പാർട്ട്മെൻറ്റിലും ജോലിക്ക് കയറി. അതിന് നമുക്കറിയാം, നമ്മുടെ സിസ്റ്റർമാർ നമുക്ക്
നമ്മുടെ തലക്കാട്ട് സിസ്റ്റർ ഉൾപ്പെടെയുള്ള സിസ്റ്റർമാരൊക്കെ കഠിനാധ്വാനത്തിൻ്റെ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ, സ്പോർട്സിനോടുള്ള അവരുടെ ആഭിമുഖ്യമൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഞാൻ കൂടുതൽ കാര്യങ്ങളിലേക്കൊന്നും കണ്ടിട്ടില്ല, 100 കാര്യങ്ങളുണ്ട്. PTA പ്രസിഡന്റ് പറഞ്ഞ പോലെ കുട്ടികൾ പ്രസംഗം കേൾക്കാൻ, നല്ല സ്റ്റേജ് പരിപാടികൾ കേൾക്കാനായിരിക്കും കൂടുതൽ, കാണാനായിരിക്കും കൂടുതൽ താല്പര്യം. പ്രസംഗം പോകുന്നില്ലെങ്കിൽ പോലും ഈ സ്കൂളിനോടൊപ്പം നാളിതുവരെയും, അതായത് ഇനിയും ഇപ്പോൾ ഇന്ന് വരെ സ്കൂളിനോട് ചേർന്ന് നിർത്തിക്കൊണ്ട് ഈ സ്കൂളിലെ രംഗം എന്ന പോലെ തന്നെ ചേർന്ന് നിർത്തുന്ന മാനേജ്മെൻറ്റിനോടും അതുപോലെ തന്നെ HM അൽഫോൺസസ് വളരെ പുതിയതായിട്ട് നമുക്ക് HM-ആയിട്ട് ഇവിടെ എത്തിയിരിക്കുന്നതാണ്. വളരെ നല്ല രീതിയിലുള്ള പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ച് മാനേജ്മെൻറ്റിൻ്റെ സഹായത്തോടെ ആണെങ്കിലും നല്ല രീതിയിൽ നമ്മളെ മുന്നോട്ട് വന്ന് കണ്ടത് അതിശയം തോന്നിയൊരു കാര്യമാണ്. വളരെ ഏറ്റവും ഒരു പരിശുദ്ധമായിട്ടുള്ള ഒരു സ്കൂളിലേക്ക് ഇങ്ങോട്ട് കടന്നു വരുമ്പോൾ ഏറ്റവും അനുയോജ്യമായിട്ടുള്ള ഒരു ഓട്ടോ അവിടെ സ്ഥാപിച്ചത് എന്തായാലും ഈ സ്കൂളിൻ്റെ ഒരു ബർത്ത്ഡേക്ക് വളരെ നല്ലതാണെന്ന് തോന്നിയിട്ടുണ്ട്. അത് വളരെ നല്ല രീതിയിലൊക്കെ അതൊക്കെ ഡിസൈൻ ചെയ്ത് അല്ലെങ്കിൽ ആ കൃത്യം വരുന്ന ഭാഗത്ത് തന്നെ നമുക്കൊരു പരിശുദ്ധി തോന്നുന്ന രീതിയിൽ നമ്മുടെ സ്കൂളിലേക്ക് വരുമ്പോൾ തന്നെ നല്ല രീതിയിലുള്ള ഇതിലോട്ടൊക്കെ ഒരു സ്കൂളിൻ്റെ വളർച്ചയുടെ ഒരു മുഖമായിട്ട് കാണുന്നു. ഇതിനൊക്കെ നേതൃത്വം കൊടുക്കുന്ന ഈ സ്കൂളിലെ അധ്യാപകരെയും മാനേജ്മെൻറ്റിനെ പ്രത്യേകം അഭിനന്ദിച്ചുകൊണ്ട് ഈ പ്രത്യേകിച്ച് മിനിറ്റീജിൻ്റെ കാര്യം പറയാതിരിക്കാൻ പറ്റില്ല. എൻ്റെ 2 കുട്ടികളെയും പഠിപ്പിച്ച കണക്കധ്യാപികയാണ്. വളരെ പിള്ളേരൊക്കെ നമ്മുടെ ലിറ്റി മാഡം പറഞ്ഞ പോലെ തന്നെ മിനി ടീച്ചറുടെ കുട്ടികൾ എന്ന് പറഞ്ഞാൽ വളരെ നല്ല രീതിയിൽ കണക്ക്, നമുക്കറിയാലോ ജീവിതത്തിൽ കണക്ക് അധ്യാപികയുടെ ഒരു മികവ് ആ കുട്ടികളുടെ ജീവിതത്തിൽ വലിയ ഒരു നേട്ടത്തിലേക്ക് അവരുടെ വിദ്യാഭ്യാസപരമായ കാലത്ത് കണക്ക് വഴി കിട്ടുന്ന നേട്ടവും അതുപോലെ തന്നെ അവരുടെ അതുവഴി കിട്ടുന്ന ജീവിത വിജയമൊക്കെ വളരെ വലുതായിട്ട് നമ്മുടെ ലിറ്റിമാട് ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി. അങ്ങനെ വളരെ നല്ല രീതിയിലുള്ള ഒരു അധ്യാപികയായിരുന്നു മിനി ടീച്ചറും ഇവിടെ സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട്. മിനി ടീച്ചറിനും അതുപോലെ തന്നെ പ്രത്യേകിച്ച് നമ്മുടെ സിസ്റ്റർ ശാലിനി അമ്മയ്ക്കും പ്രത്യേക നന്ദി അർപ്പിക്കുന്നു. അവരുടെയൊക്കെ സേവനത്തിനെ, വിലമതിക്കാത്ത സേവനത്തിനെ പ്രത്യേകം സ്മരിക്കുന്നു. എല്ലാവർക്കും പ്രത്യേക നന്ദി ഇവിടെ വിളിച്ചതിനും മാനേജ്മെൻറ്റിനോടും അതുപോലെ സ്കൂൾ അധ്യാപകരോടും HM-നോടും ഒക്കെ ഉള്ള നന്ദി അറിയിച്ചു നിർത്തുന്നു. നന്ദി, നമസ്കാരം.